ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു വാഷിംഗ് മെഷീന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ സെമി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിന്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിന് ക്ലീൻ ചെയ്യണം എന്നുള്ളതല്ലേ. ശരിക്കും നമ്മൾ വാഷ് ചെയ്യുന്ന ഭാഗമല്ല ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുന്ന വെള്ളം അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് വാട്ടർ പോകുന്ന ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അത് പലർക്കും അറിയാത്ത കാര്യമാണ്. നമ്മൾ ജസ്റ്റ് കാണുന്ന ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ. എന്നാൽ നമ്മൾ കാണാത്ത കുറെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു വാഷിംഗ് മെഷീന്റെ നമ്മൾ ആ ഒരു ബോട്ടം ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോട്ടം ഭാഗമല്ല, ഇതിപ്പോൾ നമുക്ക് ഇവിടെ കുറെ ചെളികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന്റെ അടിയിലുള്ള ഡ്രെയിൻ പോകുന്ന ഭാഗത്താണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ടോപ്പ് ആയിട്ടുള്ള ഭാഗമെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ടം ലെവലിലുള്ള ഈ ഒരു സ്പിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ട ഈ ഒരു സെന്റർ ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെന്റർ ഭാഗത്തുള്ള ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗമാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് ഈ ഒരു രണ്ട് ഭാഗം നമുക്ക് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. ചില സമയത്ത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാലും പൊങ്ങി വരത്തില്ല. അങ്ങനെ പൊങ്ങി വരാത്തപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാം എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ നമുക്കൊരു രണ്ട് സ്ക്രൂ നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡ്രെയിനേജ് ഹോൾസിൽ, അതായത് നമുക്ക് ഇതിലെ ഏത് ഹോൾസ് വേണമെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഹോൾസിൽ ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്കിപ്പം ഈ ഒരു രണ്ട് വശത്ത്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമുക്ക് പിടിച്ച് പൊക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ ഒരു രണ്ട് സ്ഥലത്ത്, ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് സ്ഥലത്ത് നമുക്ക് ഈ ഒരു രണ്ട് സ്ക്രൂ നമുക്ക് പിരിച്ച് കയറ്റി കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പിടുത്തം വരുന്ന ഭാഗം അത്രയും നമുക്കൊരു ടൈറ്റ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തും നമുക്ക് പിടിച്ചുകൊണ്ട് നമുക്കിത് പൊക്കിയെടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു ബോട്ടം ഭാഗം നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അടിയിലത്തെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഒരുപാട് നാള് ക്ലീൻ ചെയ്യാറ് ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുക്കാതെ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കളയാതിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും പരിതാപകരമായ അവസ്ഥയായിരിക്കും. ആയാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു ബോട്ടം ഭാഗം, ഈ ഡ്രെയിനേജ് പോകുന്ന ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബ്രഷ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതിന്റെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു മുകളിലത്തെ ഭാഗം, സ്പിൻ ചെയ്യുന്ന ഭാഗം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ഇത് ജസ്റ്റ് ആ ഹോൾ നോക്കി കൃത്യം ഇതിനകത്തോട്ട് കയറ്റി കൊടുത്താൽ മതി. ഇപ്പൊ അതിനും കറക്റ്റ് ആയിട്ട് സീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ക്രൂ നമുക്ക് ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ക്രൂ ടൈറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന്റെ ഉൾഭാഗം, അതായത് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.